ഹായ് ഓൾ അസ്സലാമലൈക്കും. NS വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞൊരു ബീഫ് കറിയുടെ റെസിപ്പി കാണിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഗസ്റ്റുകളൊക്കെ ഒന്ന് വരുന്നൊരു ദിവസമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തയ്യാറാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഈ ഇടയ്ക്കൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. പക്ഷേ വളരെ ടേസ്റ്റായിട്ട് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുന്നത് ഞാനൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ കുറച്ച് കൊച്ചുള്ളിയും സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1.5 തക്കാളിയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുപ്പത്തോട്ട് ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയും കടുകും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും സവാളയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞായിരുന്നു കറി ഇടയ്ക്ക് വെച്ചൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇടയ്ക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഗസ്റ്റുകളൊക്കെ വന്നൊരു ദിവസമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലൊന്ന് എടുക്കാനൊക്കെ ഒന്ന് വിട്ടുപോയി. പക്ഷേ ആ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം മസാലപ്പൊടികളൊക്കെ കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ട് കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിരുന്നു. മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വെന്ത് നല്ല കുഴമ്പ് പരുവത്തിനായി കിട്ടും. അതിലേക്കാണ് ഞാൻ ആ ബീഫൊന്ന് ഇട്ട് കൊടുക്കുന്നത്. മസാലയൊക്കെ വെന്ത് നല്ല കുഴമ്പ് പരുവായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയെല്ലാം ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബീഫൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് പിന്നെ വെള്ളമൊന്നും ഞാനതിനെ ഒഴിക്കുന്നില്ല. അതിനകത്തുള്ള വെള്ളത്തിൽ തന്നെയാണ് കിടന്ന് വെന്ത് വരുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വെന്ത് വന്നതാണ് കേട്ടോ. ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഒരുവിധം ആയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ വേവാനുണ്ട്. നമുക്കിനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി വെന്ത് റെഡിയായി വരുന്നുണ്ട്. ഇടയിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ബീഫിന് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരില്ല. വെള്ളത്തിൽ തന്നെ വെന്ത് വരത്തില്ല. കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല വേവിച്ച് പരുവത്തിന് കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. കുറച്ച് ചോറും പപ്പടവും പരിപ്പ് കറിയും ബീഫ് കറിയും തോരനും ചീനിയും സലാഡും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം എടുത്ത് ടേബിളിൻ്റെ മേളിൽ റെഡിയാക്കി വെച്ചേക്കാണ്. ഗസ്റ്റൊക്കെ ഉള്ള ദിവസമായിരുന്നു. അതിനിടയിൽ ഓടിച്ചെടുത്ത ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്